ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുള്ളതാണ് ഒരു 10 സെന്റ് 15 സെന്റ് സ്ഥലത്ത് നല്ലൊരു വീട് കിട്ടുമെന്ന്. ദേ മുറ്റത്തേക്ക് ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാം. 21 സെന്റ് സ്ഥലവും വീടും, അതും വില കുറഞ്ഞൊരു വീട് എന്ന് വെച്ച് ഇതിൻ്റെ കൺസെഷനൊക്കെ ഉണ്ടല്ലോ, നല്ല സൂപ്പർ കൺസെഷനാണ്. ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ദേ കവേഡ് കാർ പോർച്ച് ഉണ്ട്. സിറ്റ് ഔട്ടൊക്കെ മൊത്തം ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കണം. പിന്നെ കട്ട്ലയുടെ ഹൈറ്റിൽ തടി പാനൽ ചെയ്തിട്ടുണ്ട്. ഇത് ലിവിങ് ഏരിയ, ഇത് ഗ്രാനൈറ്റ് ടൈലാണ് ഇട്ടേക്കണം. ലിവിങ് ഏരിയയും അതുപോലെ തന്നെ ഡൈനിങ് ഹാളും. നേരെ തന്നെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത്. എല്ലായിടത്തും ഫാൻ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫാൻ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്യൂബിൻ്റെ കറണ്ട് കാശേ വരുള്ളൂ. പുതിയ മോഡലാണ്. ദേ വിശാലമായൊരു വാഷ് ഏരിയ. ദേ സ്റ്റെയർ കേസിൻ്റെ അടിയിലും ഒരു സ്റ്റോറേജ് സ്പേസ്. ഇവിടെ ഇനി ഇൻവെർട്ടർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുള്ളത്, അതിനുള്ള പോയിൻ്റൊക്കെ അവിടെ ഉണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് ബെഡ്റൂം കാണാം. ലിവിങ് ഏരിയയുടെയൊക്കെ ഒരു വലിപ്പം കണ്ട. വില കുറവാണെന്ന് വിചാരിച്ച് ചെറുതൊന്നുമല്ല. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. മുകളിൽ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കബോർഡും കൊടുത്തിട്ടുണ്ട്. ഒരു സെമി ഫർണിഷ്ഡ് വീടാണിത്. എല്ലാ റൂമിലും കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. നല്ല ക്വാളിറ്റിയിൽ പണിതേക്കുന്ന ഒരു വീടാണിത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. അതിനും കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ജനലൊക്കെ വെച്ചേക്കണതേ ഇതിൻ്റെയൊക്കെ താഴെ ബെൽറ്റ് പോലെ കോൺക്രീറ്റ് ചെയ്തിട്ടാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തടി മഴക്കാലം വരുമ്പോൾ വികസിക്കുകയും അതേപോലെ തന്നെ ചുരുങ്ങുകയും ചെയ്യും. അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. അപ്പോൾ ഇതിൻ്റെ ഈ കോർണറിൽ പൊട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ പല വീടുകളിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ജനലിൻ്റെ അടിയിലും മുകളിലും നമുക്ക് കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമ്മല ലോഡ് വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വരില്ല. അങ്ങനെയാണ് ഈ വീടിൻ്റെ എല്ലാം ചെയ്തേക്കണം. ദേ കിച്ചൺ, നല്ല സ്റ്റോറേജ് സ്പേസുള്ള വിശാലമായൊരു കിച്ചൺ. നിങ്ങളൊന്ന് നോക്കി, എന്താ ഒരു സ്റ്റോറേജ് സ്പേസ്. സെക്കൻഡ് കിച്ചൺ ഉണ്ടട്ടാ. പിന്നെ നിങ്ങൾക്ക് അടുക്കളത്തോട്ടം വരെ ഉണ്ട് ഇവിടെ. അവിടെ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾ വരുമ്പോഴേക്കും അതൊക്കെ പറിച്ച് നിങ്ങൾക്ക് കറി വെക്കാം. അത് ഞാൻ ലാസ്റ്റ് അതിൽ അറ്റത്ത് തക്കാളിയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. ഈ നിൽക്കണതെല്ലാനും വെണ്ടയുണ്ട, വെണ്ടക്ക. ഇവിടെയൊക്കെ വിശാലമായ സ്ഥലമാണ്. അപ്പുറത്ത് വേറെ സ്ഥലമുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ. ഞാനതെല്ലാം കാണിച്ചു തരാം, ലാസ്റ്റ് കാണിക്കാത്. ആദ്യം നമുക്ക് ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങാം. ഈ വീട് വരുന്നത് 2650 സ്ക്വയർ ഫീറ്റാണ്. 21 സെന്റ് സ്ഥലം. ബസ് റൂട്ടിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രം. അത് വീട്ടിൽ നിന്ന് ഇറങ്ങിച്ചെന്ന ബസ് റൂട്ടാണ്. ഇത് മുകളിലത്തെ ഹാളാണ്ട. മുകളിലത്തെ ഹാളിൻ്റെ വലിപ്പം കണ്ട. വലിയൊരു ഹാള് മുകളിൽ. അതുപോലെ തന്നെ ബോയ്സ് സ്കൂളിലോട്ട് ഒരു 700 മീറ്റർ, ഗേൾസ് സ്കൂളിലോട്ട് ഒരു 700 മീറ്റർ. അതൊക്കെ ഹയർ സെക്കൻഡറി സ്കൂളാണ്ട. ദേ ഫസ്റ്റ് ബെഡ്റൂം മുകളിലത്തെ നിലയിലാണ്. അതിൻ്റെ കബോർഡ്. ഗേൾസ് സ്കൂളും ഉണ്ട്, ബോയ്സ് സ്കൂളും ഉണ്ട്. അതും തൊട്ടടുത്ത് തന്നെ, നടന്ന് പോകാനുള്ള ദൂരം. ഇതിൻ്റെ ലൊക്കേഷൻ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടത്തുരുത്തിയാണ്. കോട്ടയം കടത്തുരുത്തി. ഇത് കോട്ടയം എറണാകുളം ഹൈവേയിലോട്ട് ഒരു 1 കിലോമീറ്റർ ഉണ്ടാവും. ഈ വീടിൻ്റെ താഴത്ത് തന്നെ വൈക്കം പാലാ ബസ് റൂട്ടാണ്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അൽഫോൺസാമ്മയുടെ പള്ളിയും അൽഫോൺസാമ്മയുടെ വീടും. പിന്നെ മെയിൻ പള്ളിയിലോട്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 700 മീറ്ററേ ഉള്ളൂ. അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ സൗകര്യമുള്ള വീട്. ഈ 21 സെന്റ് സ്ഥലത്തിനും ഈ 2650 സ്ക്വയർ ഫീറ്റ് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഈ പുതിയ വീടിനും കൂടിയും ചോദിക്കണ വില 1,04,00,000 രൂപയാണ്. അത് നെഗോഷ്യബിളാണ്ട.
കാരണം 21 സെന്റ് സ്ഥലം തന്നെയുണ്ട്. അത് ഇവിടെ എല്ലാവിധ സൗകര്യവും. ഇത്രയും നല്ലൊരു വീടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നേക്കണം. മൂന്നാമത്തെ ബെഡ്റൂമാണ് നാലാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടത്. ഇവിടെ നിങ്ങൾക്കൊരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തുണിയും കാര്യങ്ങളൊക്കെ കഴുകി ഉണക്കാനിടാനുള്ള ഒരു സ്പേസാണ്. കണ്ട, പൈപ്പ് കണക്ഷൻ, കറണ്ട് കണക്ഷൻ, വേസ്റ്റ് വാട്ടർ പോകാനുള്ള പൈപ്പ്, അങ്ങനെ എല്ലാവിധ സൗകര്യവും ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇനിയൊരു ബാൽക്കണി ഉണ്ട് ഈ വീടിന്. കണ്ട, ഇവിടെ ഇരിക്കുക. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലൊക്കെ ഉണ്ട ഓരോ ആൾക്കാർ സ്ഥലം മേടിച്ച് വീട് പണിതുകൊണ്ടിരിക്കുന്നതാണ്. ആ നേരെ കാണുന്നതും ഒരു വീടാണ്. അതിൻ്റെ പണി ഏകദേശമൊക്കെ കഴിയാറായി. അതും ഒരു പാർട്ടി സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് വീട് വെക്കണേന്. കാരണം ഞാൻ പറഞ്ഞ പള്ളി, സ്കൂള് കാര്യങ്ങളെല്ലാം അടുത്തടുത്താണ്. ലൊക്കേഷൻ കണ്ട ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ നല്ല കാറ്റാണ് അവിടെയൊക്കെ വന്നിരുന്നത്. നല്ല ഭംഗിയുള്ളൊരു വീടും. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തെ സ്ഥലവും കാര്യങ്ങളൊക്കെ കാണണ്ടേ. കണ്ടാ, ഇത്രയും ഭംഗിയിലാണ് ഈ വീട് പണിതേക്കണം. അതായത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെയാണ്. നമ്മളല്ലേ ജനലിൻ്റെ അടിയും കാര്യങ്ങളെല്ലാനും സെപ്പറേറ്റ് ബീം വാർത്തിട്ട് അതിൻ്റെ മുകളിലാണ് വെച്ചേക്കണം. നമുക്കിനി ഇതിൻ്റെ പുറത്ത് നമ്മൾ ബാക്കി സ്ഥലമുണ്ട്. അവിടെ ആണെങ്കിൽ തെങ്ങും മാവും പ്ലാവും പേരയും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കണ്ട, ഇവിടെ നോക്കി എത്ര വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ നോക്കി. കണ്ട, ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ്. അങ്ങനെ എല്ലാ സൗകര്യമുള്ളൊരു വീട്. നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഞാൻ പറഞ്ഞില്ല കുറച്ച് കാണാനുണ്ടെന്ന്. കണ്ട, ഇതിൻ്റെ അകത്തൊക്കെ ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഗ്രാനൈറ്റിൻ്റെ എഡ്ജിൽ സ്റ്റെല്ലാർ വെച്ച് ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണാത്തതാണ്, നമുക്ക് നേരിട്ട് വരുമ്പോൾ കാണാം. നിങ്ങളുടെ ഗ്യാസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ ഗ്യാസ് ഒന്നും അകത്തോട്ട് കൊണ്ടുപോകണ്ട. ഗ്യാസ് വന്നാൽ നേരെ പുറത്ത് തന്നെ കൂടി തന്നെ കയറ്റി വെക്കാം. കണ്ടേ, മുളകൊക്കെ നട്ടുപിടിപ്പിച്ചേക്കണണ്ട. പിന്നെ വെണ്ട, ഇതിൻ്റെ എന്താണ് ലേഡി ഫിംഗർ എന്ന് പറയൂലേ, വെണ്ടയ്ക്ക, അതൊക്കെ കായ്ച്ചിട്ടുണ്ടല്ലോ. കണ്ട, എന്താ വലിപ്പം നോക്കി. ഇപ്പം തന്നെ വലുതാണ്ടത് അമ്മയൊക്കെ കണ്ട ഉണ്ടായി കിടക്കണണ്ട അറ്റത്ത് നോക്കുക. ഇതേ തക്കാളിയൊക്കെ കായ്ച്ചിറക്കണണ്ട. നല്ല വളമുള്ള മണ്ണാണ്, ഒന്നും നോക്കണ്ട. ധൈര്യമായിട്ട് നിങ്ങൾ വാങ്ങിച്ചു. എല്ലാ സൗകര്യവും നിങ്ങൾക്കുണ്ട്. വറ്റാത്ത കിണർ. ഇനി നിങ്ങളുടെ പറമ്പിലോട്ട് കണ്ട, ഇതാണ് ബാക്കിയുള്ള സ്ഥലമാണ്. കണ്ട, ഇതാണ് ഇവിടെയാണ് നിങ്ങൾക്ക് 21 സെൻറ്റ് സ്ഥലത്തിൽ ബാക്കി. കണ്ട, തെങ്ങും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചേക്കണം. എല്ലാം വലുതായി വരുന്നേ ഉള്ളൂ. കണ്ട, ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ, മാവ്, പ്ലാവ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കണ്ട, തെങ്ങൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം കായ്ക്കണ തെങ്ങുകളാണ് നട്ടുപിടിപ്പിച്ചേക്കണം. ഇത് വറ്റാത്ത കിണർ. ഇത്രയും